നമസ്കാരം. ജന്തർ മന്ദിറിലേത് തുടക്കം മാത്രമാണ്. മോദിയുടെ കസേര ഇളകി തുടങ്ങി. ഇനി നയിക്കാൻ പോകുന്നത് രാഹുൽ ഗാന്ധിയാണോ? ജന്തർ മന്ദിറിലെത്തിയ ജൻസികളോടുള്ള ചോദ്യത്തിൽ അവർ കൃത്യമായി തങ്ങളുടെ രാഷ്ട്രീയം പറയുന്നുണ്ട്. അടുത്ത പ്രധാനമന്ത്രി ആരാണ് എന്ന ചോദ്യത്തിന് അവർ നൽകുന്ന ഉത്തരം രാഹുൽ ഗാന്ധി എന്നാണ്. വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിന് നമ്മുടെ രാജ്യം ഒരുങ്ങുകയാണോ? പലരും ഈ ചോദ്യം ചോദിക്കുകയാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അധികാരം കൈയാളുന്നവരുടെ വലിയ വലിയ തിരക്കഥകൾ ഓരോന്നായി പൊളിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രയൊക്കെ അടവുകൾ പയറ്റിയാലും എന്തൊക്കെ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടാലും ഇനി കാര്യങ്ങൾ പഴയതുപോലെ എളുപ്പമാകില്ല. കാരണം ഇന്ത്യയിലെ യുവാക്കളും ജനങ്ങളും കാര്യങ്ങൾ കൃത്യമായിട്ട് വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. യുവജന പ്രക്ഷോഭത്തിന് മുന്നിലും ഉയർന്നു വന്ന ജനകീയ പ്രതിഷേധങ്ങൾക്ക് മുന്നിലും ഭരണകൂടങ്ങൾക്ക് മുട്ടുമടക്കേണ്ടി വരുന്നു എന്ന യാഥാർത്ഥ്യം ഇന്ന് രാജ്യം മുഴുവൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതെ, നരേന്ദ്രമോദിയും കൂട്ടരും തോറ്റുപോയിരിക്കുന്നു. ഈ പ്രതിഷേധങ്ങൾ അരങ്ങേറിയ സമയത്ത് ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന ശബ്ദങ്ങൾ നമ്മൾ കേട്ടതാണല്ലോ അല്ലെ? ജന്തർ മന്ദിറിൽ ജനാധിപത്യപരമായ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്താനെത്തിയ വിദ്യാർത്ഥികളെയും ചെറുപ്പക്കാരെയും വെടിവെച്ച് കൊല്ലണമെന്ന് വരെ പരസ്യമായി ആഹ്വാനം ചെയ്തവരെ കുറിച്ച് നമ്മൾ കേട്ടതാണ്. എങ്ങനെയാണ് അവർക്ക് അങ്ങനെ പറയാൻ പറ്റുന്നത്? അതും ജനാധിപത്യ ഇന്ത്യയിൽ വെച്ച്. പ്രക്ഷോഭം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ നിറയൊഴിക്കണമെന്നായിരുന്നു ചിലരുടെ വാദം. എത്ര ഭയാനകമായ ചിന്താഗതിയാണ് ഇത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. രാജ്യത്തിന്റെ ഭാവി എന്ന് പറയുന്ന ചെറുപ്പക്കാരെ അടിച്ചമർത്താനും ഇല്ലാതാക്കാനും ആഹ്വാനം ചെയ്യുന്ന ഒരു നിലപാടിനെ എങ്ങനെയാണ് ജനാധിപത്യ സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുക? പക്ഷേ ഇത്തരക്കാർ ഒന്ന് ആലോചിച്ചാൽ നന്നാകും. ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ് എന്ന്. നമ്മുടെ അയൽരാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ കണ്ടതാണല്ലോ. സമാനമായ രീതിയിലുള്ള വലിയൊരു ജൻസി പ്രക്ഷോഭമാണ് ബംഗ്ലാദേശിൽ അരങ്ങേറിയത്. ഭരണകൂടത്തിന്റെ നയങ്ങൾക്കെതിരെ ചെറുപ്പക്കാർ അവിടെ തെരുവിലിറങ്ങി. 1500-ലധികം യുവാക്കളെയാണ് അവിടുത്തെ ഷെയ്ഖ് ഹസീന ഭരണകൂടം വെടിവെച്ചു കൊന്നത്. സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിച്ചു. സർക്കാരിനെതിരെ തെരുവിലിറങ്ങിയെന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് ആ കുട്ടികളുടെ ചോര വീഴ്ത്തിയത്. പക്ഷേ പിന്നീട് എന്താണ് സംഭവിച്ചത്? എന്നാൽ അങ്ങനെ ചോര വീഴ്ത്തി ജനങ്ങളെ പേടിപ്പിച്ചു നിർത്തി ഭരണം തുടരാൻ ഷെയ്ഖ് ഹസീനയ്ക്ക് കഴിഞ്ഞു? ഇല്ല എന്ന് ചരിത്രം നമ്മളോട് ഉറക്കെ വിളിച്ചു പറയുന്നു. ഒടുവിൽ ആ രാജ്യത്ത് നിന്നും അവർക്ക് ഓടിപ്പോകേണ്ട അവസ്ഥ വന്നു. സ്വന്തം രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്ത് അഭയം തേടേണ്ടി വന്നു. ഇപ്പോഴും ഷെയ്ഖ് ഹസീന എവിടെയാണ് എന്ന് ആർക്കും കൃത്യമായ വിവരങ്ങളില്ല. ഡൽഹിയിൽ എവിടെയോ ഉണ്ട് എന്ന് മാത്രമാണ് നമ്മൾ കേൾക്കുന്ന വാർത്തകൾ. ജനങ്ങളുടെ പ്രക്ഷോഭത്തെ കായികമായി നേരിട്ട് അധികാരം നിലനിർത്താമെന്ന് കരുതുന്ന ഏതൊരു ഭരണാധികാരിക്കും സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. പക്ഷെ ഇതൊന്നും സംഘികൾക്കറിയില്ല. സമാനമായ നിലപാട് തന്നെയാണ് എപ്പോഴും സംഘപരിവാർ പ്രസ്ഥാനങ്ങളും അവർക്ക് കൂട്ടുനിൽക്കുന്നവരും സ്വീകരിക്കുന്നത്. പക്ഷെ അവർ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ സംഘപരിവാർ ശാഖകളോ അവിടെ വരുന്ന ആളുകളോ മാത്രമായി നിർമ്മിക്കപ്പെട്ട ഒന്നല്ല നമ്മുടെ ഈ മഹാരാജ്യം. അത് ഇന്ത്യയിലെ ആകെ ജനസംഖ്യ എടുത്തു നോക്കിയാൽ കേവലം 1% മാത്രമാണ് തീവ്ര ഹിന്ദുത്വ അജണ്ടകൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നവർ. ബാക്കിയുള്ള ഭൂരിപക്ഷം ജനങ്ങളും ഈ രാജ്യത്തിന്റെ സമാധാനവും ജനാധിപത്യവും ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. വേറൊരു ഉദാഹരണം കൂടി നമുക്ക് ഇവിടെ പരിശോധിക്കാവുന്നതാണ്. നമ്മുടെ മറ്റൊരു അയൽരാജ്യമായ നേപ്പാളിൽ എന്താണ് സംഭവിച്ചത് എന്നാണത്. അവിടെയും വലിയ രീതിയിലുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾ നടന്നു. അവിടെ 77 പേരാണ് ഭരണകൂടത്തിന്റെ നടപടികളാൽ കൊല്ലപ്പെട്ടത്. ആ കൊലപാതകങ്ങൾ കൊണ്ട് ഭരണകൂടത്തിന് ജനങ്ങളെ അടിച്ചമർത്താനോ തങ്ങളുടെ ഭരണം സംരക്ഷിക്കാനോ സാധിച്ചു? ഒരിക്കലുമില്ല. കാരണം സഹി കെട്ടാൽ ജനങ്ങൾ തെരുവിലിറങ്ങും. അവരെ തടഞ്ഞു നിർത്താൻ ഒരു തോക്കിനും സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇനി നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇത്തരം ഒരു അവസ്ഥയാണ് ഇന്ത്യയിൽ സംഭവിക്കുന്നതെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന കുട്ടികൾക്ക് നേരെ ഇവിടെ പോലീസ് നിറയൊഴിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? ഇന്ത്യയിലെ ഓരോ സാധാരണക്കാരനും തെരുവിലിറങ്ങും. ഭരണകൂട സംവിധാനങ്ങൾക്ക് നേരെയും പോലീസിന് നേരെയും ജനങ്ങൾ തിരിയും. വലിയ രീതിയിലുള്ള ക്രമസമാധാന തകർച്ചയിലേക്കും അരാജകത്വത്തിലേക്കും രാജ്യം കൂപ്പുകുത്തും. ഇന്ത്യയിൽ അങ്ങനെ ഒരു അവസ്ഥ വരണമെന്നാണോ ഈ തീവ്ര നിലപാടുകാർ ആഗ്രഹിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? പ്രതിഷേധങ്ങൾ ചിലപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടാവും. പ്രതിഷേധങ്ങൾ ഉയർന്നു വരുമ്പോൾ സംഘപരിവാറും ഭരണകൂട അനുകൂലികളും സ്ഥിരമായി ഉന്നയിക്കുന്ന ചില ആരോപണങ്ങൾ ഇത്തവണയും കേട്ടു. അത് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണല്ലോ അല്ലെ? സമരം ചെയ്യുന്നവർക്ക് വിദേശത്ത് നിന്ന് ഫണ്ട് ലഭിക്കുന്നുണ്ട്, അവർ ബംഗ്ലാദേശികളാണ്, അവർ പാകിസ്ഥാനികളാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ മാറ്റി നിർത്താൻ ശ്രമിക്കും. എന്നാൽ ജന്തർ മന്ദിറിൽ സമരത്തിന് എത്തിയതൊക്കെ നമ്മുടെ സ്വന്തം ഇന്ത്യയിലെ കുട്ടികൾ തന്നെയാണ്. അവർ അന്യരാജ്യക്കാരൊന്നുമല്ല. നമ്മുടെ നാട്ടിലെ കലാലയങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും വന്ന കുട്ടികളാണ് അവർ. ഒടുവിൽ എന്താണ് സംഭവിച്ചത്? വിദേശകാര്യ മന്ത്രാലയം തന്നെ ഈ പ്രചരണങ്ങൾ എല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു.
ഈ സമരത്തിന് പിന്നിൽ യാതൊരുവിധ വിദേശ ഫണ്ടും ഇല്ല എന്ന് അവർക്ക് തുറന്നു പറയേണ്ട ഒരു അവസ്ഥയും വന്നു. വിദേശ ഫണ്ട് എന്ന വ്യാജ കഥ അവിടെ പൊളിഞ്ഞു വീഴുകയായിരുന്നു. അതോടെ സമരം ചെയ്യുന്ന കുട്ടികളെ അധിക്ഷേപിച്ചവരുടെ കയ്യിലെ പ്രധാന ആയുധമാണ് നഷ്ടമാകുന്നത്. പിന്നീട് നമ്മൾ കണ്ടത് എന്താണ്? മലയാളികൾ അടക്കം സാധാരണക്കാരായ മനുഷ്യർ ആ കുട്ടികൾക്ക് കൈത്താങ്ങായി മാറുന്ന കാഴ്ച. അവിടെ സമരത്തിൽ കഴിയുന്ന കുട്ടികൾക്ക് വേണ്ടി ഭക്ഷണവും വെള്ളവും എത്തിക്കാൻ പലരും വന്നു. ചൂടുള്ള ഭക്ഷണവും വിഭവങ്ങളും നൽകി അവർ ആ കുട്ടികളെ ചേർത്ത് പിടിച്ചു. എന്തുകൊണ്ടാണ് ആളുകൾ അങ്ങനെ ചെയ്തത്? അത് നമ്മുടെ രാജ്യത്തുള്ള സാഹോദര്യം കൊണ്ടാണ്. നമ്മുടെ കുട്ടികളാണ് അവിടെ നാളെയുടെ അവകാശങ്ങൾക്ക് വേണ്ടി തെരുവിൽ കിടക്കുന്നത് എന്ന തിരിച്ചറിവ് കൊണ്ടാണ്. ഇന്ത്യ എന്ന മഹാരാജ്യത്ത് നമ്മൾ എല്ലാവരും സഹോദരി സഹോദരന്മാരാണ് എന്ന ആശയത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ സംഘപരിവാറിന് അങ്ങനെയല്ലല്ലോ കാര്യങ്ങൾ. ഒരാൾ ശബ്ദമുയർത്തുമ്പോൾ അവന്റെ മതം നോക്കുന്ന രാഷ്ട്രീയമാണല്ലോ ഇത്. ഈ മാനവികതയെ പോലും മനസ്സിലാക്കാത്ത ചിലർ ഇപ്പോഴും പറയുന്നത് ആ കുട്ടികളെ തല്ലിക്കൊല്ലണമെന്നാണ്. എന്ത് തരം ചിന്താഗതിയാണിതെന്നാണ് മനസ്സിലാകാത്തത്. സ്വന്തം രാജ്യത്തെ കുട്ടികൾക്കെതിരെ ഇത്തരം കൊടും ക്രൂരതകൾ പറയാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? പക്ഷെ എത്രയൊക്കെ അടിച്ചമർത്താൻ നോക്കിയാലും സത്യം ഒരു നാൾ പുറത്തു വരിക തന്നെ ചെയ്യുമല്ലോ. അത് തന്നെയാണ് അവിടെയും സംഭവിച്ചത്. ഇതിനിടയിൽ ഏറ്റവും വലിയ തിരിച്ചടി കിട്ടിയത് ഭരണകൂടത്തിന് വേണ്ടി എന്നും കുടപിടിക്കുന്ന ചില പ്രൊപ്പഗാൻഡ മാധ്യമങ്ങൾക്കാണ് കേട്ടോ. മാധ്യമ പ്രവർത്തനം എന്ന വ്യാജേന സർക്കാരിന്റെ പരസ്യ ഏജൻസികളായി പ്രവർത്തിക്കുന്നവർക്ക് ജനങ്ങൾ ശക്തമായ മറുപടി തന്നെയാണ് നൽകിയത്. വസ്തുതകൾ മറച്ചുവെച്ച് കേവലം ഭരണകൂട പ്രൊപ്പഗാൻഡ മാത്രം പ്രചരിപ്പിക്കുന്ന ഈ രീതിക്ക് ഇപ്പോൾ വലിയൊരു തിരിച്ചടി തന്നെയാണ് ജന്തർ മന്ദറിലെ സമരം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്ന് രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യം പോലും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഇന്ന് സംഘപരിവാറിന്റെയും BJP ഭരണകൂടത്തിന്റെയും നയങ്ങൾക്കെതിരെ തിരിയുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ കാണാതിരുന്നുകൂടാ. സമരപന്തലുകളിലും തെരുവുകളിലും ചെന്ന് ജനങ്ങളോട് സംസാരിക്കുമ്പോൾ അവർ കൃത്യമായ രാഷ്ട്രീയം തന്നെയാണ് പറയുന്നത്. അടുത്ത പ്രധാനമന്ത്രിയായി നിങ്ങൾ ആരെയാണ് കാണുന്നത് എന്ന് ചോദിക്കുമ്പോൾ നാളത്തെ ഇന്ത്യയെ നയിക്കാൻ രാഹുൽ ഗാന്ധി വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം യുവാക്കളെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ മാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷ ഇന്നത്തെ തലമുറ പരസ്യമായി പ്രകടിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. മോദി സർക്കാരിന് വേണ്ടി ദാസ്യവേല ചെയ്യുന്ന ഗോദി മീഡിയ എന്ന് വിളിക്കപ്പെടുന്ന മാധ്യമ സ്ഥാപനങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കും ഈ സമരം നൽകിയ പാഠം ചെറുതല്ല. ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അവർക്ക് ഉത്തരമില്ലാതായിരിക്കുന്നു. സർക്കാരിനെ മാത്രം പുകഴ്ത്തുന്ന ഇത്തരം മാധ്യമ പ്രവർത്തകർക്ക് പ്രത്യേക സുരക്ഷ നൽകാൻ പോലും സർക്കാർ തയ്യാറാകുന്നുണ്ട് എന്നത് നമ്മൾ മറക്കരുത്. രാജ്യത്തിനു വേണ്ടി എന്തെങ്കിലും വലിയ കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണോ അവർക്ക് ഈ സുരക്ഷ നൽകിയത്? അല്ല, ഭരണകൂടത്തിന്റെ അജണ്ടകൾക്ക് കൂട്ടുനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇത്രയും വലിയ പരിഗണന അവർക്ക് ലഭിക്കുന്നത്. പക്ഷേ ചരിത്രം പരിശോധിക്കുമ്പോൾ ഒരു കാര്യം കൂടി ഇവിടെ വ്യക്തമാണ്. ജനങ്ങൾ സംഘടിക്കുമ്പോൾ, ജനരോഷം ആളി പടരുമ്പോൾ അത് ആദ്യം അലയടിക്കുന്നത് ഭരണകൂടത്തിന് വേണ്ടി വ്യാജ വാർത്തകൾ നിർമ്മിക്കുന്ന ഇത്തരം മാധ്യമങ്ങൾക്കെതിരെ തന്നെയായിരിക്കും. ഇതാണോ നിങ്ങൾ പറയുന്ന മാധ്യമ പ്രവർത്തനം എന്ന് ജനങ്ങൾ അവരോട് നേരിട്ട് ചോദിച്ചു തുടങ്ങി. അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു കഴിഞ്ഞു. എനിക്ക് വീണ്ടും എടുത്തു പറയാനുള്ള കാര്യം ഇതാണ്. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ മാത്രം സ്വത്തല്ല. ഇവിടെ ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മറ്റനേകം വിശ്വാസങ്ങളും അവിശ്വാസങ്ങളും പുലർത്തുന്ന മനുഷ്യരുമുണ്ട്. എല്ലാവരും ചേർന്നതാണ് ഈ മഹാരാജ്യം. ഇന്ത്യ എന്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് സ്കൂൾ കാലഘട്ടം മുതൽ പ്രതിജ്ഞ ചെയ്ത് വളർന്നവരാണ് നമ്മൾ. ആ മണ്ണിലേക്കാണ് ചിലർ വർഗീയതയുടെ വിഷം കുത്തിക്കയറ്റാൻ ശ്രമിക്കുന്നത്. അതിനെ ഇനിയും അനുവദിച്ചു കൊടുക്കാൻ ഇന്ത്യൻ ജനത തയ്യാറല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. മതേതര ഇന്ത്യയെ തകർക്കാനും ജനങ്ങളെ തമ്മിലടിപ്പിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യാനും ശ്രമിക്കുന്ന നരേന്ദ്രമോദിക്കും കൂട്ടർക്കുമെതിരെയുള്ള ജനവികാരം ഇന്ന് നാൾക്കുനാൾ ശക്തമായി കൊണ്ടിരിക്കുന്നു. ഇതിൽ യാതൊരുവിധ സംശയവുമില്ല. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയൊക്കെ BJPയുടെ വിജയമല്ല, മറിച്ച് മോദി സർക്കാരിന്റെ പതനത്തിന്റെ വ്യക്തമായ തുടക്കം തന്നെയാണ്. ഒരിക്കൽ കൂടി ഉറപ്പിച്ചു പറയട്ടെ, ശാഖകളല്ല ഇന്ത്യ, ശാഖയിൽ പോകുന്നവർ മാത്രമല്ല ഇന്ത്യക്കാർ. ജനങ്ങളുടെ ഒത്തൊരുമയ്ക്ക് മുന്നിൽ, യുവത്വത്തിന്റെ പ്രക്ഷോഭങ്ങൾക്ക് മുന്നിൽ ഏതൊരു ഏകാധിപത്യ ഭരണകൂടവും ഒടുവിൽ മുട്ടുമടക്കേണ്ടി വരുമെന്നത് മാത്രമാണ് കാലം നമ്മെ പഠിപ്പിക്കുന്ന മഹത്തായ സത്യം. അത് തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ BJPക്കാരും സംഘപരിവാറും തയ്യാറാകണം. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ഇപ്പോൾ തന്നെ കമന്റായി രേഖപ്പെടുത്തുമല്ലോ. മറ്റു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.